ഫസ്റ്റ് കഴിഞ്ഞാണ്ട് വെറുതെ അങ്ങനെ കുത്തറക്കാനാ പരിപാടി ചെയ്യുന്നുണ്ട്. ഇന്റെ ഒപ്പം നാളെ തേങ്ങ അയച്ചാനാണ് പോരണ്ടേ. അല്ലാതെ എന്റെ മോല് തിന്നുകാണ്ട് കുരാക്കാൻ എന്നെ ഞാൻ വിടും. കോയേ ആ എങ്ങോട്ടാ തലയില് കൊട്ടക്കായിട്ട്? ഞാൻ കുറച്ച് തേങ്ങ വലിച്ചുവിട്ടാൻ പോയതാ. പക്ഷെ കുഞ്ഞാപ്പ് പോന്നീലേ. ഓ മൈ ഗോഡ്. ആ അമ്മായി കോടൂർക്കോ എങ്ങനെ ചർച്ച ദേവിയേ, എനിക്കിപ്പൊ പൗറ് കൂടിക്കണല്ലോ. ഇപ്പൊ മറ്റേ ആ പത്തിരിപ്പലക മേലെ നല്ല നോക്കല്, ഇതിലാ നോക്കല്. ഞാനൊക്കെ അപ്ഡേറ്റ് ആയില്ലേ കോയേ. വന്ന കാലിൽ നിക്കാതെ അങ്ങോട്ട് കേറിയിരിക്ക. ഇതിനുള്ളിക്കോ ഇങ്ങോട്ട് കേറിയിരിക്ക. അജ്ജ് പത്ര സാറായിക്കണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലോ. ഇതില് നോക്കിയാ പറ്റിയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? പിന്നെ അയ്യോ എന്തേ അയ്യോ എന്തേ എന്തേ മക UK കൊണ്ടുവന്ന ലാപ്ടോപ്പ് ഒക്കെ കാക്കന്റെ പോലെ ആക്കി വെച്ചല്ലോ. ഞാനാണെങ്കിൽ എന്റെ കബഡിപ്പലക യൂസഫിന് പത്തിരി വരുത്താൻ കൊടുത്തു. ഇനി എന്താ ഞാൻ ചെയ്യാ? എന്റെ ജീവിതം കോയനൊക്കെ ഞാൻ ശരിയാക്കി തരാം. അനക്ക് എന്റെ പൂതും പാവിയൊക്കെ നോക്കാനല്ലേ. അതൊക്കെ അതിനകത്രം വലിയ സംഭവമൊന്നുമില്ല. അതാണ്ടോ ഇത്ര ഉള്ളൂ. ഞാനും പേടിച്ചു പോയല്ലോ കോയെ. മകനെ UK നിങ്ങടെ അയച്ചതാ ലാപ്ടോപ്പ്. എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂവിന് ഒരു പണി കിട്ടുമെന്ന് ഇതിൽ നോക്കാൻ പറ്റുമോ? കക്കൂസത്തെ പണി അത് മോശമല്ലേ. അഫ്കോഴ്സ് പറഞ്ഞാ ശരിയാക്ക. തന്റെ മോൻ ഏതുവരെ പഠിച്ചുകൊണ്ടാ പറഞ്ഞ? ഓൻ +2 കഴിഞ്ഞിക്കാണേ. കഷ്ടപ്പെട്ട് നിക്കാണ്. കഷ്ടപ്പെട്ടിക്കല്ല, +2 കഴിഞ്ഞിക്കാണ്. നേരോ ഞാനൊന്ന് നോക്കട്ടെ. ഇതൊന്ന് നോക്ക. പടച്ച തമ്പുരാനെ, എത്ര ദിലീ കാണ്ട്. എന്താ അത്? അയ്യോ അത് സൈറ്റ് മാറിയതാണ് കോയെ. ഇത്ര പാവപ്പെട്ടവരൊക്കെ എപ്പോഴും നാട്ടിലുണ്ടോ? അത് മക UK അയച്ചതായോണ്ടേ. ചെറുക്കന്റെ കാര്യം നോക്കാം. 1-2 കൊല്ലം കൊണ്ട് കുടിക്ക് പൈസ കൊണ്ടുവരണം. അല്ലാതെ ഡിഗ്രിക്ക് പോയി ഇങ്ങനെ കാലം കഴിച്ചിട്ട് കാര്യമില്ല. അത് ശരി, ഞാൻ ആകെ ബേജാറായി. മഞ്ചേരിയിലുണ്ട് കാംഫിൻ ഗ്ലോബൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു കൊല്ലം കൊണ്ടേ തനിക്ക് അവൻ പൈസ കൊണ്ടുവന്നേരും. കൂട്ടത്തിൽ അവൻ ഡിഗ്രിയും പഠിച്ചോളും. അതാ നല്ലത്. ദക്ഷിണ അങ്ങോട്ട് തന്നിട്ട് പോയിക്കോളാ കോയെ. ദക്ഷിണൊക്കെ ഞാൻ തരില്ല. ആദ്യം ആ ലക്ഷണം കെട്ടീനെ അവിടെ നിന്ന് കൊണ്ടാക്കട്ടെ. അതാണ് നല്ല. ഇത് 2 ദിവസം കഴിഞ്ഞാൽ അതിങ്ങോട്ട് തന്നിട്ട് പോവുക. ആ കൊട്ടഞ്ചെടുത്തോ. ഇനി 2 ദിവസം ഞാനൊന്ന് നോക്കട്ടെ.